അപ്പൊ നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മളുടെ സ്വന്തം അന്നാ രാജൻ ഈ ഒരു മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും മലയാളത്തിന്റെ സ്വന്തം അന്നാ രാജൻ അങ്കമാലി ഡയറീസിലൂടെ നമ്മളുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മികച്ച താരം. തീർച്ചയായിട്ടും അന്നാ രാജനെ ഏറ്റവും സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. തീർച്ചയായിട്ടും ആ ഒരു എൻട്രി കാട്ടാക്കാൻ എല്ലാവരുടെയും പ്രസൻസ് കാത്തിരിക്കുന്നു. ആൻഡ് നല്ലൊരു കയ്യടി കൊടുത്താൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള രീതിയിൽ ആ ഒരു എൻട്രി കൊടുക്കേണ്ടതാണ്. സദാപ്രേക്ഷി അന്നാ രാജൻ ഈ ഒരു വേദിയിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടി കൊടുത്ത് നമുക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ അങ്കമാലി ഡയറീസിലൂടെ സ്വന്തമായ മലയാളത്തിൽ സ്വന്തമായ അന്നാ രാജൻ. Let's welcome Anna Rajan onto the stage, ladies and gentlemen. And yes, with a big round of applause, let's welcome our star Anna Rajan onto the stage. And yes, തീർച്ചയായിട്ടും ആ ഒരു കയ്യിലേക്ക് കൊടുത്ത് ഏറ്റവും മികച്ച എൻട്രി തന്നെ വേണം നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് യെസ്, മലയാളത്തിലെ സ്വന്തം അന്നാ രാജൻ അങ്ങനെ അങ്കമാലിയിൽ ചോയ്സ് ക്യാമ്പയിൻസ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ടാണ്. യെസ്, അങ്ങനെ അന്നാ രാജൻ കുറേ നിമിഷങ്ങൾക്ക് ശേഷം നമ്മളുടെ കാത്തിരിപ്പിന് ശേഷം യെസ് ഷീസ് ഹിയർ വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. നല്ലൊരു കൈയടിയോടെ നമ്മുടെ മലയാളത്തിലെ സ്വന്തം അന്നാ രാജനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആൻഡ് യെസ് അന്നാ രാജനെ ഒഫീഷ്യലായിട്ട് വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സർ ലിൻസൺ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സ്വാഗതം ആദ്യത്തെ നമ്മുടെ അങ്കമാലിയിലേക്ക് സ്വാഗതം. തീർച്ചയായിട്ടും അങ്കമാലി ഡയറീസിലൂടെ മലയാളത്തിന്റെ സ്വന്തമായ താരമാണ് നമ്മുടെ അന്നാ രാജൻ അല്ലെ. അപ്പോൾ നമ്മുടെ അങ്കമാലിയിലെ ആ ഒരു ഇനോഗ്രേഷൻ നമ്മുടെ ചോയ്സ് ക്യാമ്പയിൻസിൽ ഇനോഗ്രേഷൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് ഹൗ യു ഫീൽ? എന്താണ് നമ്മള് ഇവിടെ നിന്ന് രണ്ട് വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലേ. നല്ലൊരു കൈയ്യടി ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയ്യടി നമ്മുടെ സ്വന്തം അന്നാ രാജന് കൊടുക്കോ. നമ്മുടെ സ്വന്തം അങ്കമാലിയുടെ ലിച്ചിക്ക് വേണ്ടിയിട്ട് കൊടുക്കോ. യെസ്, അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. തീർച്ചയായിട്ടും ഈ ഒരു എൻട്രിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് അങ്കമാലിയിലെ വീട് എത്താൻ സാധിച്ചത്. എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അപ്പോൾ അങ്കമാലി ഡയറീസിന് മുമ്പ് ഞാനൊരു IELTS പഠിക്കാനായിട്ട് ഏരിയയിലുണ്ടായിരുന്നു. അപ്പോൾ എന്താ അപ്പൊ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണെന്നാണ് ഇവര് പറയുന്നത്. അതിന്റെ വേറെ ബ്രാഞ്ചാണ്. അപ്പൊ എന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇപ്പൊ പുറത്തുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് അവരുടെ അടുത്ത ബ്രാഞ്ച് ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എനിവേ നമുക്ക് നമ്മുടെ കാലാവസ്ഥയൊക്കെ അനുയോജ്യമാണ്. ദൈവം സഹായിച്ച മഴയൊന്നുണ്ടായിരുന്നില്ല. വീണ്ടും അങ്കമാലിയുടെ നാട്ടിൽ അങ്കമാലിയുടെ മണ്ണിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇനോഗ്രേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, ഈശ്വരനോട് നന്ദി പറയുന്നു. എന്തായാലും എന്നെ കാത്തിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ലവ് യു. എനിക്ക് ലൈറ്റ് കാരണം ആരെയും കാണാൻ പറ്റുന്നില്ല, എല്ലാവരുടെയും ഫോൺ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത ഔദ്യോഗികമായ പരിപാടിയിലേക്ക് കിടക്കാം. എന്തായാലും താങ്ക് യു, ലവ് യു, താങ്ക് യു. ഒന്ന് കൈയടിച്ച് എല്ലാവരും ചേർന്ന് നിങ്ങളുടെ എല്ലാവരുടെ എനർജി ഒന്ന് കേൾക്കട്ടെ. യെസ്, നല്ലൊരു കൈയടി കൊടുത്തേ നമ്മുടെ സ്വന്തം ലിച്ചിക്ക് വേണ്ടിയിട്ട്. കൈയടിക്കില്ലേ നിങ്ങൾ എല്ലാവരും? ഇത്രയേ ഉള്ളൂ അങ്കമാലിയുടെ പോലെ. നല്ലൊരു കൈയടി കൊടുത്തേ എല്ലാവരോടും ചേർന്ന്. ഓക്കെ, താങ്ക് യു സോ മച്ച് എവരിവൺ. ആൻഡ് ഇനി ഒഫീഷ്യൽ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാണ്. സോ യെസ്, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് കിടക്കുന്നു. ആൻഡ് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ എല്ലാവരെയും തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ ലിൻസൺ സാറിന്റെ ഫാമിലി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക്. തീർച്ചയായിട്ടും ഇനോഗ്രേഷൻ ഇനിയും ഒരു ഫോർമൽ ഫംഗ്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സോ യെസ്, ലാംപ് ലൈറ്റിംഗ് സെറമണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതികൾ എല്ലാവരും തന്നെ പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. അതുപോലെ തന്നെ അന്നാ രാജനെയും ക്ഷണിക്കുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് അടുത്ത ആ ഒരു തിരി തെളിയിച്ചിട്ട് ഇനോഗ്രേഷൻ ഫംഗ്ഷന് തുടക്കമിടുകയാണ്. സോ ഈ ഒരു ഭദ്രദീപം കൊളുത്താൻ വേണ്ടി രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മളുടെ ബാക്കിയുള്ള ചീഫ് ഗസ്റ്റും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സും സ്റ്റേജിൽ ഉണ്ടാവണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഓരോരുത്തരായിട്ട് ബാക്കിയുള്ള തിരികെ തെളിയിക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ ആ ഒരു തിരി തെളിയിക്കാൻ വേണ്ടി അന്നാ രാജനെ സ്വാഗതം ചെയ്യുന്നു.
ആൻഡ് അമ്മയും ഒരുമിച്ച്, അതെ യെസ്, അണ്ണാരാജനും അതുപോലെ തന്നെ ലിൻസൺ സാറിന്റെ അമ്മയും ഒരുമിച്ച് ഈ ഒരു ഭദ്രദീപം കൊളുത്തുകയാണ്. ഭദ്രദീപം കൊളുത്തുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് നല്ലൊരു കൈയടി കൂടെ കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കൈയടി പ്ലീസ്. ആൻഡ് വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഇന്ന് മുതൽ അങ്കമാലിയുടെ മണ്ണില് ഏറ്റവും അടിപൊളിയായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ സ്റ്റുഡൻസിന് ന്യൂസിലൻഡിലേക്ക് പറക്കാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരിക്കും ചോയ്സ് ക്യാമ്പയിൻസ്. സോ തീർച്ചയായിട്ടും വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്തതായിട്ട് നമ്മുടെ ലിൻസൺ സാറിനെയും അതുപോലെ തന്നെ വൈഫിനെയും സ്വാഗതം ചെയ്യുന്നു. യെസ്, ലൈറ്റിംഗ് ദ ലാമ്പ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചേർന്ന് നല്ലൊരു കൈഡി കൊടുക്കാട്ടോ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു തുടക്കം ഏറ്റവും മികച്ചതാക്കി മാറ്റാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ആദ്യം തന്നെ ഞാൻ വെൽക്കം ചെയ്യുന്നു എന്ന് നന്ദിയും പറയുകയാണ്. സോ യെസ്, ഇനിയും അടുത്തതായിട്ട് നമ്മളുടെ യെസ് ബിനോയ് സാറും അതുപോലെ തന്നെ യെസ് വത്സല മാമും ചേർന്നാണ് അടുത്തതായിട്ടുള്ള തിരികള്. ലാസ്റ്റ് 4 ഡിജിറ്റ് നമ്മൾ പറയാം. ആൻഡ് 1 കൺഫേം ചെയ്താലേ നമ്മുടെ ആള് ഓർപ്പിക്കുള്ളൂ. സോ യെസ്, അപ്പം നമ്മള് 5-ന്നാണ് തുടങ്ങാൻ പോകുന്നത്. ലാസ്റ്റ് സമ്മാനമാണ് ഫസ്റ്റ് നമ്മള് യെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് ഫസ്റ്റ് 5ാമത്തെ സമ്മാനം എന്ന് പറയുന്നത് അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് ആർക്കാണ് നമ്മളിവിടെ കിട്ടാൻ പോകുന്നത് നോക്കാം. സോ യെസ്, അപ്പം സെലക്ട് ചെയ്തോളൂ. യെസ്, അഞ്ചാമത്തെ സമ്മാനമായിട്ടുള്ള അയൺ ബോക്സ് ഇതിൽ ഏത് ലക്കിയസ്റ്റ് പേഴ്സൺ ആണ് കിട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ അയൺ ബോക്സ് എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്നാലും അപ്പോ 5th പ്രൈസ് കിട്ടിയിരിക്കുന്നത് രാഹുൽ രാജൻ. അയൺ ബോക്സ് എന്നപ്പോൾ തന്നെ അവിടെ കൂട്ടച്ചിരി ഉണ്ടായിരുന്നു. എന്താന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും രാഹുൽ രാജൻ വന്നോളൂ. അപ്പം രാഹുൽ നമ്മളുടെ ചെണ്ട ടീമിന്റെ ഒരാളാണ് കേട്ടോ. നല്ലൊരു കൈഡി കൊടുത്തേ. യെസ്, ഒന്ന് പ്രോത്സാഹിപ്പിക്കും. നിങ്ങളുടെ ടീമിലെ ആൾക്കാരല്ലേ? സ്റ്റേജിലേക്ക് വന്നോളൂ. അതെ, നമ്മൾ ആ ഒരു ഗിഫ്റ്റ് ഇപ്പതേ കൈമാറാൻ വേണ്ടിട്ട് പോവാണ്. ആൻഡ് അതിനു മുമ്പ് ആ ഒരു യെസ് ഫോൺ നമ്പർ ഒന്ന് കൺഫേം ചെയ്യണോ? ഫോൺ നമ്പർ ഓക്കെ. സോ യെസ്, അപ്പം ദേ നല്ലൊരു കൈയ്യടി കൊടുത്തേ. സോ യെസ്, അണ്ണാരാജനും അമ്മയും ചേർന്നിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്തതായിട്ട് 4ാമത്തെ സ്ഥാനത്ത് ഉള്ളത് ആരാണത്, അല്ലെങ്കിൽ 4ാമത്തെ സമ്മാനം ആർക്കാണ്? അതായത് നമ്മളുടെ ക്രോക്കറി സെറ്റ്സ് അല്ലെ, അത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കാം. സോ യെസ്, അപ്പം 4ാമത്തെ ആളെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഡിന്നർ സെറ്റ് ഇനിയും ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. സോ യെസ്, അപ്പം എടുത്തോളൂ ഇതിനകത്തെ. സോ യെസ്, ഇനിയും ആരാണ് ഈ കൂട്ടത്തിൽ നിന്ന് ആരാണ് വരാൻ പോകുന്നത്? സൗമ്യൻ. യെസ്, വൈഫാണ് വരാൻ പോകുന്നത്. യെസ്, എടുത്തോ. ഓക്കെ, ആരാണ്? പേരെന്താണ്? രാജേഷ് ഡേവിസ്. രാജേഷ് ഡേവിസ് ഇവിടെ ഉണ്ടോ? ഇവിടെ വരൂ, ഇവിടെ വരൂ, കയറി വരൂ. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുത്തേ അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. യെസ്, നമ്പർ ഒന്ന് പറയോ? ലാസ്റ്റ് 495952885. കറക്റ്റ് ആണ്. നല്ലൊരു കൈയ്യടി കൊടുത്തോ. യെസ്, ഗിഫ്റ്റ് നമ്മുടെ ആ ഒരു ഡിന്നർ സെറ്റ് ആണ്. ഡിന്നർ സെറ്റ് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നത്. നല്ലൊന്ന് കൈയടിച്ചേ. നമ്മുടെ അങ്കമാലിക്കാർക്ക് വേണ്ടിയിട്ട് ഒരു യെസ് സ്പെഷ്യൽ മൊമെന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാവരും ആരാണ് പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നത്? നന്നായിട്ട് കൈയടിക്കൂ. യെസ്, താങ്ക് യു സോ മച്ച് കേട്ടോ. ഇനി നമ്മൾ 3ാമത്തെ ആളെ കണ്ടെത്താൻ പോവാണ്. അത് നമ്മുടെ ലിൻസൺ സാറാണ് കണ്ടെത്താൻ പോകുന്നത്. 3ാമത്തെ ആരാണെന്ന് കണ്ടുപിടിച്ചോളൂ. രാജേഷ് ഡേവിസ് again. ഇത് കള്ളക്കളിയാട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പകുതി വിട്ടിട്ടുണ്ട്. നമ്മള് ഫസ്റ്റ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് ഒരു പ്രൈസ് ആദ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളുടെ പേര് പിന്നെ റിപ്പീറ്റ് എടുക്കില്ല കേട്ടോ. അങ്ങനെയാണ്. ചേട്ടാ, ലോട്ടറി എടുത്തിട്ടുണ്ടാ? പമ്പർ എടുത്തിട്ടുണ്ടാ?
ആ നമ്പർ എടുത്താൽ ഓട്ടോ ടിക്കറ്റ് തരാം സ്റ്റേജ്. ഷിബു ഷിബു എം എ അടുത്ത ആളെ കണ്ടുപിടിച്ചു. ഷിബു എം എ. നമ്മൾ ഒരാൾക്ക് മാത്രമല്ല പ്രൈസും കൊടുത്ത് എങ്ങനെ ശരിയാവാ അല്ലെ? ഷിബു എം എ ആളിവിടെ ഉണ്ടോ? ഉണ്ട്. യെസ്, അദ്ദേഹത്തിനാണ് മൊബൈൽ ഫോൺ കിട്ടിയിരിക്കുന്നത്. നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരോടും ചേർന്ന്. അങ്കമാലിക്കറി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കാണ് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത്. ഒന്ന് കൈയടിച്ചേ. കൈയ്യടി ഭയങ്കര കുറവാ അല്ലേ? ഒന്ന് കൈയടിച്ചേ എല്ലാവരോടും ചേർന്ന്. എനർജി ഒന്ന് കേൾക്കട്ടെ. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, സോ നമ്പർ ഒന്ന് പറഞ്ഞോ. കറക്റ്റ് ആണ്. സോ യെസ്, മൊബൈൽ ഫോൺ വേണ്ടേ? സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പം യെസ്, അദ്ദേഹം തന്നെയാണ് ആ ഒരു സെക്കൻഡ് യെസ് പ്രൈസ് കൊടുക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇനിയും രാജേഷ് ഡേവിസ് 10 വട്ടം എഴുതിയിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് ആളാണോ ഇത്? ഒരെണ്ണം കൂടെ എടുക്കാല്ലേ? 10 വട്ടം എഴുതിയിട്ടെന്ന് പറഞ്ഞത് ചേട്ടനാണോ? അതെ. ഇനി നമുക്ക് വേറൊരാളെ ഇവിടെ കണ്ടെത്താം അല്ലെ? ഓക്കെ, നമുക്ക് വേറൊരാളെ എടുക്കാം. ഓക്കെ, സോ യെസ്, അപ്പം ലക്കിയസ്റ്റ് ആയിട്ടുള്ള 5 പേരെയല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തായാലും ഒരെണ്ണം കിട്ടി. ഇനി അടുത്ത ആളെ നമുക്ക് കണ്ടെത്താം അല്ലെ? ശരിക്കും ഒന്ന് ഷഫിൾ ചെയ്തോ അല്ലെ? എല്ലാരും 10 എണ്ണം വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ തമാശ എന്നാ വിചാരിച്ചത്. ജോയ് കെ വി. യെസ്, ചേട്ടൻ വന്നോളൂ. യെസ്, നല്ലൊരു കൈഡി കൊടുത്തേ എല്ലാവരോടും ചേട്ടൻ. നല്ലൊരു കൈഡി കൊടുത്തേ. ആൻഡ് ഫോൺ നമ്പർ ഒന്ന് പറയണേ. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ സമ്മാനം എന്താണ്? സമ്മാനം നമ്മളുടെ 3ാമത്തെ ആൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മാനം എന്താണ്? യെസ്, 3ാമത്തെ ആൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന ആ ഒരു സമ്മാനം യെസ് മറ്റൊന്നുമല്ല, നമ്മളുടെ ഡിന്നർ സെറ്റ്. സോറി, മിക്സർ ഗ്രൈൻഡർ ആണ് കേട്ടോ. മിക്സർ ഗ്രൈൻഡർ ആണ്. നല്ലൊരു കൈയ്യടി എടുക്കോ. യെസ്, നല്ലൊരു കൈയ്യടി പ്ലീസ്. മിക്സർ നല്ലൊരു കൈയ്യടി കൊടുത്തേ എല്ലാവരോടും ചേർന്നിട്ട്. യെസ്, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് 3ാമത്തെ നമ്മുടെ ബ്രാഞ്ച് കൂടെ ഇവിടെ ഓപ്പൺ ആവുകയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവറി വൺ. ആൻഡ് ഇനി അടുത്തതായിട്ട് നമ്മളുടെ റിബൺ കട്ടിംഗ് സെറമണി കൂടി പെർഫോമൻസ് തരാൻ വേണ്ടിയിട്ട് ഓക്കെ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ എല്ലാവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പം ഒറ്റയ്ക്ക് ഇത് വേണ്ട, നമ്മൾ എല്ലാവരോടും ജോയിൻ ചെയ്യാം. ആൻഡ് ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷൻ തന്നെ ആക്കി മാറ്റാൻ പോവാണ് നമ്മളുടെ ചോയ്സ് ക്യാമ്പയിൻസിന്റെ ഇനോഗ്രേഷൻ. സോ അപ്പം നല്ലൊരു സോങ് ഇട്ട് കൊടുക്കോ. യെസ്, നല്ലൊരു സോങ് പ്ലീസ്. വാങ്ങിയാണ് അദ്ദേഹം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ഇന്നത്തെ ലക്കിയസ്റ്റ് പേഴ്സണെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് എവരിവൺ. യെസ്, താങ്ക് യു. TV ആണ്. ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എന്ന് നമ്മളുടെ സ്വന്തം ലിച്ചിയാണ് കണ്ടെത്താൻ പോകുന്നത്. മാർട്ടിൻ, യെസ്, എവിടെയുണ്ട്? വിന്നറെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അടിച്ചു മാർട്ടിൻ ചേട്ടാ. TV കിടങ്ങേൽ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് എന്താ? പറ. മാർട്ടിൻ, യെസ്, എവിടെയുണ്ട്? വിന്നറെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അടിച്ചു മാർട്ടിൻ ചേട്ടാ. TV കിടങ്ങേൽ. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് എന്താ? പറ. സ്വപ്നങ്ങൾ പോവാണെങ്കിൽ നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവരും ചോയ്സ് ക്യാമ്പയിൻസിൽ വരൂ. ഭാവി സുരക്ഷിതമാക്കും. എനിവേ, എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, ലവ് യു അങ്കമാലി.